അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നബിയെ അങ്ങ് വായിക്കുക. എന്നാണ് വിശുദ്ധമായ ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയിട്ടുള്ളതായ ആയത്ത്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ധാരാളമായി ഇൽമുകളെ നാം പഠിക്കുവാൻ നാം ശ്രമിക്കുക. അൽ അൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാഡി എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാൻ നാം ശ്രമിക്കും. അൽ ഉലമാ വറസത്തുൽ അൻബിയ, ആലിമീങ്ങൾ അൻബിയാക്കളുടെ അനന്തരാവകാശികളാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നാം വിജ്ഞാനങ്ങളെ നാഫിയാക്കുവാനും നാം ശ്രമിക്കുക. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ലാ ഹസദ ഇല്ലാ ഫിൽ ഇസ്നത്തൈൻ. രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഒരാൾക്ക് ധാരാളമായി ധനം നൽകിയിട്ടുണ്ട് അല്ലാഹു തആല. ആ ധനം ഉപയോഗിച്ചുകൊണ്ട് പാവങ്ങളെ സഹായിക്കും. വേറെ ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം വിജ്ഞാനങ്ങളെ നൽകി. ആ വിജ്ഞാനങ്ങളെ രാവും പകലുമായി ജനങ്ങൾക്ക് വേണ്ടി പകർന്നു കൊടുക്കും. ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോട് ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ.